ഇടിയും ചന്തു റിലീസായി. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് റെസ്പോൺസസ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ പേരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, ഒരു ഫസ്റ്റ് നമ്മൾ ജയശ്രീയെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്തപ്പോൾ ആദ്യം കണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ റീലാണ്. ഒരു ലുക്കിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ലുക്കിലേക്ക് പെട്ടെന്നൊരു ചേഞ്ച്. അതെന്താണ് പെട്ടെന്നൊരു ലുക്ക് മാറ്റാനുള്ളൊരു സാധനം? ഏത് മീൻ ഹെയർ ഒരു ഹെയർ സ്റ്റൈലും എല്ലാം ഒരു ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയിൽ നിന്ന് ഒരു മോഡേൺ പെൺകുട്ടിയിലേക്ക് ഒരു ചേഞ്ച്. അതങ്ങനെ പർപ്പസ്ഫുള്ളി എന്ന് ചോദിച്ചാൽ മീൻ എൻ്റെ ഹെയർ മാറ്റിയാൽ തന്നെ പെട്ടെന്നൊരു ചേഞ്ച് വരും. അപ്പോൾ അന്ന് ഒരു ദിവസം മേ ബി ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു ഞാൻ ഹെയർ കളർ ചെയ്തായിരുന്നു. അപ്പോൾ കളർ ചെയ്തപ്പോൾ ആ സ്റ്റൈൽ മാറ്റിയപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു. അപ്പോൾ പണ്ടത്തെ ഫോട്ടോസ് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് തോന്നും. ഇടിയൻ ചന്തു ബേസിക്കലി ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു ഫിലിമാണ്. അപ്പോൾ അതിനകത്ത് ക്യാരക്ടറിനകത്ത് എവിടെ കിടക്കുന്ന ഒരു കരാട്ടെ പഠിച്ചിട്ടുള്ള അല്ല കരാട്ടെ ഇൻസ്ട്രക്ടർ, അതായത് നമ്മുടെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്ന ജോണി ചേട്ടൻ്റെ കഥാപാത്രം ഒരു കരാട്ടെ ഇൻസ്ട്രക്ടറാണ്. അപ്പം കരാട്ടെ അറിയാം എന്ന രീതിയിൽ തന്നെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചിരുന്നു. എന്താണ് ഈ ക്യാരക്ടറിന് വേണ്ടി ടീന കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അപ്പോൾ അത് കരാട്ടെ അതിന് വേണ്ടി ട്രെയിനിങ് വലിയൊരു വെല്ലുവിളി ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പോകുന്ന ഇയാളുടെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണല്ലേ? അല്ല, അതിന് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ക്യാരക്ടറായിട്ട് കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. കാരണം കുറച്ചും കൂടി റെസ്പോൺസീവ് ആണ്. എന്താന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ കരാട്ടെ മീൻ അത് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ആ ഏജ് അല്ല, ആ ഏജിനേക്കാളും കുറച്ചുകൂടി മെച്ചൂരിറ്റി ഉള്ള ഒരു മെച്ചൂരിറ്റി വൈസ് ആണ്. കാരണം ഫാമിലിയിൽ അച്ഛൻ അനിയൻ മാത്രമേ ഉള്ളത്. അപ്പോൾ അനിയൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി എൻ്റെ ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ലൗഡറാണ് ഈ ക്യാരക്ടർ ടീന. അപ്പോൾ ഇപ്പോൾ ട്രെയിലറിലും ഒക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത അഭിപ്രായം പറഞ്ഞത് മൊത്തത്തിൽ കലിപ്പാണല്ലോ എന്നുള്ളതാണ്. കുറച്ചുകൂടി കലിപ്പാണ് ടീന. എന്തൊക്കെ ഉപദേശം കിട്ടി സെറ്റിൽ നിന്ന് എന്താ, സെറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കരാട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്താണെങ്കിലും ഇപ്പോൾ കൂടെ മീൻസ് ശ്രീധരൻ്റെ അടുത്താണെങ്കിലും വിദ്യ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വതവേ എനിക്കിങ്ങനെ തല്ലുന്ന ശീലമുണ്ട്. പ്ലസ് ഇതിൻ്റെ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ആ പോസ്റ്ററൊക്കെ കറക്റ്റ് ആക്കാനൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് ഈ പഞ്ചൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ പറയും വെറുതെ നിന്ന് ചെയ്യരുത്, മാറി നിന്ന് ചെയ്തേക്ക് എന്നൊക്കെ പറയാൻ അങ്ങനെ തമാശപരമായിട്ട്. സീനിയർ ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസ് കിട്ടിയോ? അങ്ങനെ നോക്കുമ്പോൾ ജോണി ചേട്ടൻ്റെ കൂടെ ചെയ്തത് എനിക്കൊരു കുറച്ച് കൈൻഡ് ഓഫ് ചലഞ്ചിങ് ആയിരുന്നു. കംഫർട്ട് ആക്കി ഒരു സീൻ ചെയ്തപ്പോൾ കംഫർട്ട് ആയിരുന്നു. പക്ഷെ വേറൊരു സീൻ കോമഡി കൈൻഡ് ഓഫ് അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങനത്തെ ഒരു സീൻ ചെയ്യാനായിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോണി ചേട്ടൻ എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ട് അതിങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പം നമുക്ക് കോമഡി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? സിങ്ക് ആവാനും എനിക്കത് വർക്ക്, ഞാനിതുവരെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇപ്പം ഇടുക്കി ഗോൾഡിലെ സീൻ കോമഡിയാണ്, പക്ഷെ ജലജല സീൻ കോമഡിയാണ്. പക്ഷെ ഞാൻ ചെയ്തത് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ട് എനിക്കത് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ജോണിച്ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജോണിച്ചേട്ടൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കി തന്നു ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അതാണ് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്റ്റണ്ടിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് പീറ്റർ ഹെയ്ൻ മാസ്റ്റർ ആണ് കൊറിയോഗ്രാഫി. പീറ്റർ ഹെയ്ൻ മാസ്റ്റർ കൊറിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതോ? ചെയ്തിട്ടുണ്ട്. പുള്ളി കൊറിയോഗ്രാഫി ചെയ്ത് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു രീതിക്കുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് എന്ന് പറയാൻ പറ്റും. ഒരു ചെറിയൊരു ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവേ ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ പൊതുവെ ആക്ഷൻ ചെയ്ത് മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ല. കുറച്ച് പണ്ടൊക്കെ ആണെങ്കിൽ വാണി വിഷ്ണു അതുപോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ഇപ്പം കുറവാണ്. പക്ഷെ അപ്പം ഇത് ഒരു ചാൻസ് ആണ് ആ ജയശ്രീ എന്ന ആക്ട്രസിന് എനിക്ക് ഒരു ആക്ഷൻ എന്താണെന്ന് കാണിക്കാൻ പറ്റുന്നൊരു സ്കില്ലായിട്ട് തോന്നിയിട്ടുണ്ടോ? മണിവിഷ മാമിനെ ഇപ്പോൾ മെൻഷൻ ചെയ്ത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്യാരക്ടർ വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ചലഞ്ചിങ്ങോ അല്ലെങ്കിൽ ഒരു ചാൻസ് ആണ്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് തോന്നി കേട്ടപ്പോൾ, സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ടീന അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയതും. എല്ലായ്പ്പോഴും ഇപ്പോൾ ഒരു നായിക എന്ന ക്യാരക്ടറിന് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും അത്, പക്ഷേ ഇത്രത്തോളം ഈ സ്ക്രിപ്റ്റിൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്പേസ് ഉള്ള ഇതുപോലെ ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എപ്പോഴും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് കിട്ടിയപ്പോൾ വേഗം അങ്ങനെ. ഇപ്പോൾ ഈ കുഞ്ഞിനകത്ത് കാണിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ടീനേജർ പെൺകുട്ടിക്ക് ഒരു മാർഷൽ ആർട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടി. അപ്പം എത്രത്തോളം ആ ജയശ്രീക്ക് തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടി പ്രത്യേകിച്ചും അത്യാവശ്യം മാർഷൽ ആർട്സ് പഠിച്ച് ലൈഫിൽ നിൽക്കണമെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നി. ഞാൻ എൻ്റെ ഇടയിൽ ഒരു ബോക്സിങ് പഠിക്കാൻ പോയി. പക്ഷെ അതിൻ്റെ
സമയം കിട്ടാൻ പിന്നെ അത് നിന്നു, ഒരു മാസം പോയുള്ളൂ. പക്ഷെ ഇതിന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ബോഡി കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവും. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയെങ്കിലും നമുക്ക് അറ്റാക്കൊക്കെ നേരിടേണ്ടി വന്നാൽ അത് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാളും വലുതായിരിക്കും നമുക്ക് ആ ഒരു വിൽ പവർ, നമുക്ക് കോൺഫിഡൻസ് കിട്ടും. നമ്മൾ കുറച്ചും കൂടി പവർഫുൾ ആണ് എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ ബോഡിയോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് കുറച്ചും കൂടി. റോജി ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ വിൽ പവറിൻ്റെ കാര്യം, അതായത് ഈ ചില മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അതായത് ഈ മാർഷൽ ആർട്ട് ഞാൻ പഠിക്കുന്നത് ഞാൻ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയല്ല, എൻ്റെ ബോഡിക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നതാണ്, ആ ബോഡിയുടെ റെസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും ഒരു മാർഷൽ ആർട്ട് പഠിക്കേണ്ടത് ആവശ്യമായിട്ടോ തോന്നിയിട്ടുണ്ട്? അത് ശരി, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പല സിറ്റുവേഷൻസ് കേൾക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റി എന്നല്ല, എപ്പോഴാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ബോഡി ഫിറ്റായി അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. സ്കൂൾ ഇതിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി അതിന് ബോഡി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആകും. കുറച്ചും കൂടി പ്രായമായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് തന്നെ. ഇപ്പം എനിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഡാൻസ് അറിയുന്നതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവാനും, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാനും എളുപ്പമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പഠിക്കാൻ പോയടുത്ത് എല്ലാവരും ചെറിയ പിള്ളേർ ആണ്. ഇപ്പം എൻ്റെ ഒരു കസിൻ ആണെങ്കിലും അവർ ചെറുപ്പത്തിലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കാണുന്നുണ്ട്. അത് എല്ലാവർക്കും ചെയ്താൽ നല്ലതായിരിക്കും. അതൊരു കരിക്കുലത്തിന്റെ ഭാഗമൊക്കെ ആക്കി. വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ ഒരു പഞ്ച് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കേണ്ട ഒരു പോയിന്റ് എപ്പോഴെങ്കിലും? എന്താടാന്ന് ചോദിക്കേണ്ടത് എല്ലാ പെൺകുട്ടികളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അത്ര റെസ്പോൺസീവ് ആയിരുന്നില്ല. അതാ പറഞ്ഞത്, ഞാൻ അത്ര ഇപ്പോഴാണ് അതിന്റെ രീതിയിലേക്ക് നമ്മൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട്. അന്നങ്ങനെ എന്താണെന്ന് ചോദിക്കാൻ പറ്റാതെ പോയിന്റ് ഒരു വിഷമം എപ്പോഴെങ്കിലും ഉണ്ടോ? തോന്നുമല്ലോ നമുക്കത് റെസ്പോണ്ട്. ഒന്ന് ഷെയർ ചെയ്യാമോ എന്താണെന്ന്? അല്ല, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒന്നും ചെറുതായിരിക്കും ചിലപ്പോൾ, ഒരു വർഷം പല ഇൻസിഡന്റ്, ചെറുതും വലുതായിട്ടുള്ള കുറെ പല ഇൻസിഡൻസ് ഉണ്ടാവും. ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് ഇപ്പം അങ്ങനെ പറയാൻ ഉദ്ദേശിക്കില്ല. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ്ലി റെസ്പോണ്ട് ചെയ്യാൻ നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നിയേനെ. തീർച്ചയായിട്ടും ഇപ്പൊ ആ ഒരു സാധനത്തിൽ ചെറിയൊരു അംശം എനിക്കുണ്ട്. ഞാനിപ്പോ ഞാൻ എന്താണ് ചിലപ്പോ തിരിച്ചു ചോദിക്കും. അതങ്ങനെ ഒരു റീസെന്റ് അങ്ങനെ ഉണ്ടായപ്പോ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ നമ്മള് പ്രശ്നക്കാരായി മാറുമോ എന്നുള്ള ചോദ്യം. എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്തടിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്? എന്താ ജെൻഡർ വെച്ച് നോക്കുമ്പോ പുരുഷന്മാരുടെ ഭാഗത്താണോ അത് വരുന്നത്, സ്ത്രീകളുടെ ഭാഗത്താണോ വരുന്നത്? അല്ല, എന്താണെന്ന് ചോദിക്കേണ്ടി വരുന്നത്, എന്താടാ എന്നുള്ളത് തന്നെയാ ചോദിക്കേണ്ടി വരുന്നത്.